കൂന്തൽ കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ കൂന്തൽ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. പിന്നെ 2 സവാള ചോപ്പ് ചെയ്തത്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ആവശ്യത്തിന് വേപ്പില, പിന്നെ ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് കൂന്തൽ കറി ഉണ്ടാക്കണേന്ന്. ആദ്യം തന്നെ നമ്മൾ ഈ കൂന്തലൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച കൂന്തൽ, കുറച്ച് വെള്ളം, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ആദ്യം വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൂന്തൽ വെന്തിട്ടുണ്ട്, കറക്റ്റ് പാകമാണ്. ഇനി ഇതിൽ കൂടുതൽ വേവിക്കരുത്, വേവിച്ച റബ്ബർ പോലെയാവും. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഇതാണ് കറക്റ്റ് പാകം. ഇനി ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇവിടെ നമ്മുടെ ചട്ടി ഇപ്പം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. നമുക്കിതാദ്യം ചേർത്ത് കൊടുക്കാം. സിമ്മിലിടണം, വെളുത്തുള്ളി ഇഞ്ചി കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പം കറിവേപ്പിലയും കൂടി. ഇപ്പം നമ്മുടെ സവാളയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിയെല്ലാം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമുക്കിത് ഈ മുളക് പൊടി നമുക്ക് പിന്നെ ചേർത്താൽ മതി, ഇപ്പം ചേർക്കണ്ട, കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മഞ്ഞളും മല്ലിയും ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലകളൊക്കെ ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഇനി ഇപ്പം മുളകിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടണം. ഈ തക്കാളി ഇനി വേകാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയാണ്. തക്കാളി ഒക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം തന്നെ വെന്ത് നല്ലപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കൂന്തലാണ്. ഇനി നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തലിൻ്റെ ആ വെള്ളം നമ്മൾ എടുക്കൂല, അത് കളഞ്ഞിട്ട് കൂന്തൽ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കൂന്തൽ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂന്തൽ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. ഈ കറിയെല്ലാം ആയിക്കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനിയാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നത്. എല്ലാ സൈഡിലേക്കും കൊള്ളണം. ഞാൻ 1 ടീസ്പൂണാണ് പറഞ്ഞത്. എനിക്ക് ഗരം മസാലയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ കുറച്ച് ഇഷ്ടമാണ്.
അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ ചേർത്തു. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. ഇനി നമ്മൾ സിമ്മിലിട്ടിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒന്ന് ഈ മസാലകളെല്ലാം കൂന്തലിലേക്ക് കയറാൻ വേണ്ടിയാണ് ഒന്നും കൂടി മൂടി വെച്ചൊന്ന് വേവിക്കണത്. നമുക്കപ്പോൾ നോക്കാം. നമ്മുടെ കൂന്തലിപ്പോൾ എല്ലാം നമ്മുടെ മസാലയിലൊക്കെ എല്ലാം പുരട്ടിട്ട് നല്ല ഇതിലിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് ഒന്ന് ചെയ്യാം. ഞാൻ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ നമ്മളൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തത് ആ ഗ്രേവി എല്ലാം ഒന്ന് മിക്സായി ഒന്ന് ഇട്ടാൻ വേണ്ടിയാണ്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പം സ്പൈസിയും എല്ലാം ആയ നല്ല അടിപൊളി കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching my video. Hope you enjoyed it. Please subscribe my channel, follow and share my social network.